ജോയേട്ടനൊക്കെ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ജോയ ലൂക്കസ് ഒരേ സമയം 3-4 കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും കാര്യം ചെയ്യുന്നത്. അദ്ദേഹം അന്ന് ഞാൻ ഇന്നും ഓർക്കും, ഞാൻ ഒരിക്കൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിൽ ശോഭാ സീറ്റിലുള്ള വീടിന്റെ എന്തോ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളോട് സംസാരിക്കുന്നു. നമ്മളിപ്പോ സിനിമയിലെ കട്ട് പറയില്ല, കട്ടൊന്നും പറയുന്നില്ല, അതിനോട് ചേർന്ന് തന്നെ അടുത്ത ആളോട് പറയുന്നത് ലണ്ടനിലെ UK എവിടെയോ ഉള്ള ഷോറൂം ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്ര ഷാർപ്പാണ് ഇവരുടെ ബ്രെയിൻ. ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു ബ്രെയിൻ ഉള്ളതെന്നോ അവരുടെ ഹോർമോൺ ഞാൻ ചെക്ക് ചെയ്തൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് സം പീപ്പിൾ ഹാവ് ഗോട്ട് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇവര് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവരൊക്കെ ആരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഇവരൊക്കെ സക്സസ്ഫുൾ ആയി. ബേസിക്കലി ഞാൻ കാണുന്നത് വെച്ചാൽ ഇവർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ആൻ ഒപ്റ്റിമൈസ്ഡ് ബ്രെയിൻ.